ഇന്നത്തെ കറണ്ട് സിറ്റുവേഷനിൽ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സിനിമ ഇറക്കാൻ പറ്റില്ല എന്നാണ് വിനീത് ശ്രീനിവാസൻ പറഞ്ഞത്. അത് പറയാനെടുത്തൊരു ഗട്ട്സ് ഉണ്ടല്ലോ, മനസ്സമ്മതിക്കണം. കാരണം അത് ആരും അങ്ങനെ പറയില്ല. കാരണം ഭരണകൂടത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി 36 ഘട്ടങ്ങളിൽ 36 ഘട്ട് ഞങ്ങൾ സമ്മതിച്ചേക്കാം, പേര് മാറ്റിയേക്കാം, പേരിനോട് ഇനിഷ്യലി എടുത്തേക്കാം എന്നൊക്കെ പറഞ്ഞ് ഇതൊരു ബിസിനസ്സാണല്ലോ, അതിന് വഴങ്ങുകയാണ് സാധാരണ ചെയ്യുക. പക്ഷേ ഇത് അദ്ദേഹം തുറന്നു പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ബോധ്യത്തിൽ നിന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് അദ്ദേഹം ഉദാഹരണമായി 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, അനുരാഗ് കശ്യപ് ബോളിവുഡിൽ നിന്ന് സിനിമ നിർത്തി സൗത്തിലാണ് കേന്ദ്രീകരിക്കുന്നത് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു, ആ കാര്യം അദ്ദേഹം പറയുന്നു. മറ്റൊന്ന്, വെട്രിമാരൻ അദ്ദേഹത്തിൻ്റെ ഗ്രാസ് റൂട്ട് ഫിലിംസ് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കമ്പനി പൂട്ടിക്കെട്ടി. സെൻസർ ബോർഡിനോട് പോരാടിക്കൊണ്ട് ഈ സിനിമ എടുക്കൽ നടക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. വെട്രിമാരൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇനി ഇറങ്ങാനുള്ള സിനിമ നവംബറിലോ മറ്റാണ് അത് ഇറങ്ങുക. മാനുഷി എന്ന് പറഞ്ഞ പടത്തിന് 36 ഘട്ടമാണ് സെൻസർ ബോർഡ് പറഞ്ഞത്. ഈ 2 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന 2 കാലാവസ്ഥയാണ്. ഒന്ന്, നമ്മുടെ സിനിമാ നിർമ്മാണത്തിൻ്റെ എക്കോസിസ്റ്റം മാറിയിരിക്കുന്നു. ബോളിവുഡിൻ്റെ സ്വഭാവം മാറി. ബോളിവുഡിൽ ഉണ്ടായിരുന്ന ഒരു സ്വാതന്ത്ര്യം, സിനിമ എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്നില്ല. അതുകൊണ്ടാണ് അനുരാഗ് കശ്യപിന് അവിടെ പടം എടുക്കാൻ പറ്റാത്തത്. വെട്രിമാരൻ എന്തുകൊണ്ട് സിനിമ നിർമ്മാണം അവസാനിപ്പിക്കുന്നു വെച്ചാൽ എന്തെടുത്തു പോയാലും അവിടെ കട്ട് ചെയ്യാൻ വേണ്ടി സെൻസർ ബോർഡ് നിൽക്കുകയാണ്. ഈ രാഷ്ട്രീയ കാലാവസ്ഥ മാറുമ്പോൾ സോഷ്യോ പൊളിറ്റിക്കൽ കണ്ടൻറ്റുള്ള സിനിമകൾ ഇറക്കുന്നത് അപകടകരമാണ്. മറ്റൊന്ന്, സെൻസർ ബോർഡ് വഴിയുള്ള ഈ നിയന്ത്രണങ്ങൾ. ഇത് രണ്ടും തുറന്നു പറയാൻ വിനീത് ശ്രീനിവാസൻ കാണിച്ച ഒരു ധൈര്യം, ആ ധൈര്യത്തിന് അദ്ദേഹത്തിന് കൈയടിച്ച് പറ്റും.